പ്രമോദ് തുടരുന്നുണ്ട്. പ്രമോദ്, ഈ വലതുപക്ഷ ഭരണകൂടങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും അഴിമതി ആരോപണങ്ങൾ ഉണ്ടാകാറുണ്ട്, മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ. പക്ഷെ പൊതുവിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോൾ അങ്ങനെ കേൾക്കാറില്ല. സാധാരണമായ ചില ആരോപണങ്ങളുണ്ട് എന്നതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ, അതിപ്പോൾ മുമ്പ് ഈ വെല്ലിംഗ്ടണെതിരെയൊക്കെ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങൾ എന്ന് പറയുന്നത് പോലെ, അതല്ലാതെ ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രി മന്ത്രിമാരൊക്കെ നേരിടുന്ന സാഹചര്യമില്ല. അതൊരു കമ്മ്യൂണിസ്റ്റ് മൂല്യത്തിന് ചേർന്നതല്ല എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു അവർ പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ, ഭരണരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ. ഇപ്പോൾ സപ്തകക്ഷി സർക്കാരിൻ്റെയൊക്കെ കാലത്ത് EMS എന്താ പ്രഖ്യാപിച്ചിട്ടുള്ളതെന്ന്, ഈ നിയമസഭയിലൊക്കെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത് 10 പേരോ മറ്റോ എഴുതി തന്നാൽ ജുഡീഷ്യൽ അന്വേഷണം, ഏത് ആരോപണവും ആയിക്കൊള്ളട്ടെ. അങ്ങനെ അദ്ദേഹം അത്തരമൊരു ഘട്ടം വന്നപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം ഏർപ്പെടുത്തുന്നു. അത് MN-എതിരെ പോലുമാണ്. അതിൻ്റെയൊക്കെ പേരിൽ പിന്നീട് വലിയ വിച്ഛേദങ്ങൾ ഉണ്ടാകുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത്. സപ്തകക്ഷി സർക്കാരിൻ്റെ വീഴ്ചയിലേക്ക് പോലും അത് നയിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അത്രയും തേജോമയമായി, അത്രയും സുതാര്യമായി ഭരണത്തെ കൊണ്ടുപോകുന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യം, അതിനെയാണ് മുറുകെ പിടിച്ചിട്ടുള്ളത്. EMS, EK, അതുപോലെ തന്നെ VS, ഇവർക്കാർക്കും അങ്ങനെ അഴിമതി ആരോപണങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷെ പിണറായിയിലേക്ക് എത്തുമ്പോൾ കേരളത്തിൽ ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ തലവൻ നിരന്തരമായ അഴിമതി ആരോപണങ്ങൾക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ടായാലും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടായാലും ഉണ്ടാകുന്നു. അത് ആരോപണങ്ങളിൽ എന്ന് ചോദിച്ചാൽ അത് വലതുപക്ഷത്തിനും അതുപോലെ അതേ ന്യായവാദം ഉന്നയിക്കാം, ഞങ്ങൾക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളല്ലേ എന്ന്. അപ്പോൾ ആരോപണങ്ങൾ എന്ന് പറഞ്ഞ് ചുരുക്കി കണ്ടുകൂടാ. ആരോപണങ്ങൾ പോലുമില്ലാത്ത പൈതൃകമാണ്. ഇപ്പോൾ പിണറായി എപ്പോഴും പറയുമല്ലോ അദ്ദേഹത്തിന്റെ സർക്കാർ എന്ന് പറഞ്ഞ EMS സർക്കാരിന്റെ തുടർച്ചയാണ് എന്ന്. ആ പൈതൃകം എവിടെയാണ് നഷ്ടപ്പെടുന്നത്? വേണു, ഇതിൽ VS-മായി ബന്ധപ്പെട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം അഴിമതി എന്നതിനെ വളരെ ശക്തമായി തന്നെ അതിനെതിരെ പോരാടുക എന്നത് സ്വന്തം രാഷ്ട്രീയ അച്ചടക്കത്തിന്റെ ഭാഗമായി കൊണ്ടുവന്ന ഒരാളാണ്. അഴിമതിക്കെതിരെ പോരാടുക. ഇപ്പോൾ K. കരുണാകരനെതിരെ അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ മുഴുവൻ അഴിമതി വിരുദ്ധമായ നിലപാടാണ്. അതുപോലെ തന്നെ R. ബാലകൃഷ്ണപിള്ളക്കെതിരെ ഇടമലയാർ കേസിൽ എടുത്ത കേസ് അതിൽ കൊണ്ടുവന്ന അത് അദ്ദേഹം അറ്റം വരെ പോരാടി R. ബാലകൃഷ്ണപിള്ളയ്ക്ക് ജയിൽ വാസം നേരിടേണ്ടി വന്നു എന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സമീപനം എടുത്തതിലൂടെ ഒരുപക്ഷെ VS അതിനകത്ത് കറകളഞ്ഞ ഒരു നിലപാടാണ് ഉണ്ടായിരുന്നത്. അതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാടാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പക്ഷേ അത് അതേപടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്കല്ല പിന്നീട് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നതെന്ന് നമുക്കറിയാം. കേരള വികസനത്തിന് മുൻതൂക്കം നൽകുക എന്നത് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഒരു പ്രധാന കാഴ്ചപ്പാടാണ്. അപ്പൊ കേരള വികസനത്തിന് പരമാവധി വൻകിട പദ്ധതികൾ കൊണ്ടുവരിക, ആ പദ്ധതികൾ ഒക്കെ തന്നെ സമയബന്ധിതമായി നടപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ തന്നെ അവർ മുന്നിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ പദ്ധതികൾ കടന്നു വരുന്ന സമയത്താണ് ഒരുപക്ഷെ കൂടുതൽ ഈ അഴിമതി ആരോപണങ്ങൾക്കുള്ള സാധ്യതകളും ഉയർന്നു വരുന്നത്. പക്ഷേ പിണറായി വിജയൻ ഇന്ന് നേരിടുന്ന ആരോപണങ്ങളിൽ അത്തരം വലിയ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട കമ്മീഷന്റെയോ മറ്റോ കാര്യങ്ങളൊന്നും അല്ല കൂടുതൽ നിൽക്കുന്നതെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തന്നെ ഈ വിഷയങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹം നേരിടേണ്ടി വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ലാവ്ലിൻ അഴിമതി അത് നമുക്ക് കാണാവുന്നതാണ്. അത് വേറെ തന്നെ കാണാതിരിക്കാൻ കഴിയാത്തൊരു കാര്യം. എന്തുകൊണ്ടാണ് ലാവ്ലിൻ അഴിമതിയിൽ VS മുറുകെ പിടിച്ചത്? അദ്ദേഹം അത് അന്ത്യം വരെ, ഒരുപക്ഷെ കേരളത്തിൽ അത് ഹൈക്കോടതി തള്ളിക്കളയുകയും അത് പൂർണ്ണമായും പിണറായി വിജയനെയും മറ്റ് ഉദ്യോഗസ്ഥരെയും കുറ്റമുക്തരാക്കുകയും ചെയ്യുന്ന സാഹചര്യം വന്നിട്ട് പോലും അത് സുപ്രീം കോടതി വരെ അത് എത്തുമ്പോൾ ഒരുപക്ഷെ പിണറായി വിജയൻ തന്നെ കരുതുന്നത് പരോക്ഷമായി VS-ന്റെ പിന്തുണ അതിനുണ്ട് എന്നാണ്. VS അത് അപ്പോഴും അദ്ദേഹത്തിന്റെ ഈ അനുചര വൃന്ദത്തോടൊപ്പം ചേർന്ന് അതിനകത്ത് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്നാണ്. ഇപ്പോൾ ലാവ്ലിൻ സംബന്ധിച്ച ഒരു പുസ്തകമൊക്കെ എഴുതിയ ആളാണല്ലോ നീലകണ്ഠൻ, അല്ലെ, CR നീലകണ്ഠൻ. അപ്പം CR നീലകണ്ഠനൊക്കെ അതിനകത്ത് ആവശ്യമായ രീതിയിലുള്ള ചില വിവരങ്ങളൊക്കെ ലഭിക്കുന്നതും ഒക്കെ VS-ന്റെ ഒരു അദ്ദേഹവുമായിട്ടുള്ള ആ ബന്ധത്തിന്റെയൊക്കെ ഭാഗമായിട്ടാണ് എന്ന് കരുതിയിട്ടുണ്ട് പാർട്ടി. ഇല്ല എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അതുപോലെ തന്നെ ധാരാളം ആളുകളിലൂടെ, അദ്ദേഹത്തിനോടൊപ്പം ചുറ്റും നിൽക്കുന്ന ആളുകളിലൂടെ ഇത് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ പുറത്തേക്ക് വരലിൻ്റെയൊക്കെ പിന്നിൽ VS-ന് പങ്കുണ്ട് എന്ന നിലയിൽ തന്നെയാണ് പാർട്ടി കണ്ടിരുന്നത്, അല്ലെങ്കിൽ പിണറായി വിജയൻ കണ്ടിരുന്നത്. ആ ഒരു പോരാട്ടം അത് എല്ലാ കാലത്തും അവിടെ നിലനിന്നിരുന്നു. അത് VS പക്ഷേ അത് കണ്ടിരുന്നത് പാർട്ടിക്കുള്ളിൽ
അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു അഴിമതി ആരോപണം വന്നു കഴിഞ്ഞാൽ അത് പാടെ അതിൽ ശുദ്ധി കൈവരിക്കണം. അതിൽ എല്ലാ ആരോപണവും തള്ളിക്കളയാൻ കഴിയുന്ന വിധത്തിൽ നിയമപരമായി എന്താ പറയുക, അതിൽ പെർഫെക്റ്റായി വരാൻ കഴിയണം ഒരു നേതാവിന് എന്ന നിലയ്ക്കാണ് അദ്ദേഹം കണ്ടിരുന്നത്. അത് പിണറായിയോടുള്ള ഒരു എന്താ പറയുക, ഒരു വ്യക്തിപരമായ ഒരു വൈരാഗ്യമോ ഒന്നും അല്ലത്. അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാലങ്ങളായിട്ടുള്ള അഴിമതി മുക്തമായ ഒരു സമീപനം അല്ലെങ്കിൽ ആ ഒരു പ്രതിച്ഛായ അത് നിലനിർത്തണം. ശരിയാണ്, പ്രമോദ് സൂചിപ്പിച്ചതുപോലെ ശരിയാണ്. വി എസിന്റെ അനുചരന്മാരെന്ന് അല്ലെങ്കിൽ പറയപ്പെടുന്ന വി എസ് ക്യാമ്പുമായി ബന്ധമുണ്ട് എന്ന് പറയപ്പെടുന്ന ആളുകളിലൂടെ വിവരങ്ങൾ പുറത്തു വരുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ആ ഘട്ടത്തിൽ വരുന്നുണ്ട്. പക്ഷേ അതൊരു ഒളിയുദ്ധമായിരുന്നില്ല. പ്രമോദ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റിയിലും PB-യിലും ഒക്കെ പങ്കെടുക്കാൻ വി എസ് പോകുമ്പോൾ ഇതിന്റെ വിശദാംശങ്ങൾ അടങ്ങിയ കുറിപ്പുകളും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അവിടെ നേതൃത്വത്തിന്റെ മുന്നിൽ തന്നെയാണ് ഇതെല്ലാം വി എസ് അവതരിപ്പിച്ചിട്ടുള്ളതും. പിന്നെ നമുക്കറിയുന്നത് പോലെ വി എസ് ശക്തമായി അഴിമതി വിരുദ്ധ സമരങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ഭരണചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരേ ഒരാൾ മാത്രമാണ് ഒരു അഴിമതി കേസിൽ ഒരു മുൻമന്ത്രി ശിക്ഷിക്കപ്പെടുന്നത് കേരളത്തിൽ. അത് വി എസിന്റെ നിയമയുദ്ധത്തിന്റെ ഭാഗമായി ബാലകൃഷ്ണപിള്ളയ്ക്ക് ഉണ്ടാകുന്ന തിരിച്ചടിയാണ്. നമുക്ക് ഓർമ്മയുള്ളതുപോലെ വി എസിന്റെ ഒന്നാം ഭരണകാലത്തിന്റെ അവസാന ഘട്ടങ്ങളിലാണ് ആ വിധിയൊക്കെ വരുന്നത്. അങ്ങനെയൊക്കെ വളരെ ശക്തനായി വി എസ് വീണ്ടും ഒരു ഭരണ തുടർച്ചയിലേക്ക് പോകുമെന്ന് എല്ലാവരും ഓർമ്മിച്ച കാലമാണെന്ന് നേരത്തെ പ്രമോദ് പറഞ്ഞ പോലെ 3 സീറ്റുകളുടെ മാത്രം മുൻതൂക്കമാണ് ഉമ്മൻചാണ്ടി സർക്കാരിന് ഉണ്ടായത്. നമ്മളെപ്പോഴും പറയാറുണ്ട് 2001 AK ആന്റണി വരുന്ന ഘട്ടത്തിലാണ് ഈ 100 സീറ്റ് UDF നേടാൻ കഴിഞ്ഞത്. അത് അസാധാരണമായൊരു വിജയമായിരുന്നു എന്ന്. ഇപ്പോഴും VD സതീശൻ ഉന്നമിടുന്നതും ആ 2001 100 സീറ്റാണ്. പക്ഷേ നമുക്കറിയുന്നത് പോലെ വി എസിന്റെ 2006 നേതൃത്വത്തിൽ ശക്തമായി പ്രതിപക്ഷം എന്ന നിലയിൽ, പ്രതിപക്ഷ നേതാവ് നിലയിൽ വി എസ് തിളങ്ങി നിന്നതിന് ശേഷം ജനവിധിയെ നേരിടുന്നു. ഇടതുപക്ഷം 96 സീറ്റോ മറ്റോ ആണെന്ന് കിട്ടുന്നത്. അപ്പോൾ ഏതാണ്ട് 100നോട് അടുപ്പിച്ചെന്ന് തന്നെ പറയാവുന്ന അത്രയും പെരുമയുള്ള വിജയമാണ് നാം ഇടതുപക്ഷം നേടുന്നത്. അപ്പോൾ 2001 ശേഷം പിന്നീട് UDF-ന് ആ തിളക്കമുള്ള വിജയം ഒരു ഘട്ടത്തിൽ നേടാൻ കഴിയാതെ ഇപ്പോൾ കോൺഗ്രസിന് പ്രത്യേകമായും അങ്ങേയറ്റം ശോഷിച്ചൊരു നിലയിലേക്ക് പോകേണ്ടി വന്നു. അതിൽ നിന്നുള്ളൊരു തിരിച്ചുവരവാണ് കോൺഗ്രസ് ഇപ്പോൾ പരിശ്രമിക്കുന്നത്, തിരിച്ചുവരവിനാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് എന്നു മാത്രവുമല്ല, ഇത്തരം യുദ്ധങ്ങൾ വി എസ് നടത്തുമ്പോൾ നേരത്തെ ഈ വെട്ടുനിരത്തലിലേക്ക് കാര്യം പറഞ്ഞ പോലെ അന്ന് എതിർപക്ഷത്തായിരുന്നു. വി എസിന്റെ വെട്ടുനിരത്തിൽ ഇരയായ ഇതാണ് ബാലാനന്ദൻ അടക്കമുള്ളവർ. ബാലാനന്ദന്റെ നേതൃത്വത്തിൽ ഈ കാര്യത്തിനകത്തെടുത്ത വ്യത്യസ്ത നിലപാടിനെ എല്ലാം പിന്നീട് ഈ ലാവലിന്റെ വിഷയത്തിൽ വി എസ് അതൊരു ശക്തമായൊരു നിലപാടിന്റെ ഭാഗമായി ഉൾക്കൊള്ളുന്നുണ്ട് അതിനെ. അതുകൊണ്ട് പ്രമോദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് വ്യക്തികേന്ദ്രിതമായി, എന്നാൽ പിണറായിക്കെതിരെ മാത്രമായി ഉള്ളൊരു യുദ്ധത്തിലേക്ക് പരിമിതപ്പെടുത്താൻ കഴിയില്ല. പാർട്ടിക്കകത്തും പുറത്തുമൊക്കെ വി എസ് നടത്തിയിട്ടുള്ള അഴിമതി വിരുദ്ധ സമരങ്ങളുടെ ഒരു ഭാഗമായി തന്നെയാണ് അതിനെ കാണേണ്ടത്. എന്ന് മാത്രവുമല്ല, വിചാരണ പോലും കൂടാതെ, തിരുവനന്തപുരത്തെ വിചാരണ പോലും കൂടാതെ അസാധാരണമായ വേഗത്തിൽ ആ കേസ് തള്ളിക്കളയുന്ന ഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദൻ പറയുകയും ചെയ്തു, നമുക്ക് ഓർമ്മയുണ്ട്, ആ യുദ്ധം കഴിഞ്ഞുവെന്ന്, ആ കേസ് അവസാനിച്ചുവെന്ന്. അപ്പോൾ വേണമെങ്കിൽ പിന്നെയും തുടരാമല്ലോ. നിരന്തരമായി നിയമ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള ഒരാൾ കൂടിയാണ് വി എസ്. പക്ഷേ ആ വിധിയെ ഉൾക്കൊണ്ടുകൊണ്ട് സത്യസന്ധമായി അല്ലെങ്കിൽ ആ വിഷയത്തിൽ ആ ഘട്ടം കഴിഞ്ഞിരിക്കുന്നു എന്ന് വി എസ് വ്യക്തമാക്കുകയും ചെയ്തതാണ്.